നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒന്നിറങ്ങിയാൽ ഓരോ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യേക ദിവസവും അല്ലെങ്കിൽ പ്രത്യേക ഒരു ആരാധനയിൽ മാത്രമല്ല ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടത്. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഇന്ന് പകൽ അങ്ങയുടെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്, അങ്ങയുടെ തേജസ് എനിക്ക് ആവശ്യമാണ്, എൻ്റെ അസാധ്യതയിലേക്ക് അങ്ങയുടെ തേജസ്സിനെ ഒന്നിറക്കണേ. ലാസർ മരിച്ചു. 4-ാം ദിവസം യേശുക്രിസ്തുവും ശിഷ്യന്മാരുമായിട്ട് ആ ഭവനത്തിലേക്ക് വരികയാണ്. അടക്കം ചെയ്ത കല്ലറയുടെ ഗുഹാമുഖത്തെത്തി. യേശുക്രിസ്തു പറയുകയാണ്, ആ കല്ലൊന്നും നീക്കാൻ പറയുമ്പോൾ, കല്ല് നീക്കുമ്പോൾ സഹോദരി പറയുകയാണ്, കർത്താവേ, 4 ദിവസമായി നാറ്റം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അഴുകി തുടങ്ങിയിരിക്കുന്നു. ഒരു മനുഷ്യനും ആ പ്രശ്നത്തിന് പരിഹാരം ഇനി തരാൻ പറ്റില്ല. അതൊരു അസാധ്യമായ വിഷയമാണ്, നാറ്റം വമിച്ചിരിക്കുന്ന വിഷയമാണ്. ആ വിഷയം പരിഹരിപ്പാൻ, ആ അസാധ്യത്തെ മാറ്റുവാൻ ആർക്കും കഴിയത്തില്ല എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു തിരിച്ചു പറയുന്നൊരു വാക്യമുണ്ട്, ഒരു മറുപടിയുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും.